അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കാൻ ആരും മറന്നേക്കരുത്. എനിക്ക് സണ്ണിച്ചനെ ഇഷ്ടമാ. വിറച്ചുകൊണ്ട് ഒരുവൾ പറയവേ സണ്ണി കണ്ണു മിഴിച്ചു നിന്നുപോയി. എന്നതാ കൊച്ചേ നീ പറയുന്നേ? സണ്ണിയുടെ സ്വരം അല്പം ഉയർന്നു. അപ്പോഴേക്കും എതിരെ നിൽക്കുന്നവളുടെ വിറയൽ കൂടിക്കഴിഞ്ഞിരുന്നു. അത് കാണെ സണ്ണി ഒന്ന് മയപ്പെട്ടു. സണ്ണി അവളെ തന്നെ നോക്കി നിന്നുപോയി. അത്ഭുതമാണ് അവൻ്റെ കണ്ണുകളിൽ. മാലാഖ പോലെ ഒരു കൊച്ച്. സണ്ണിയുടെ അനിയത്തി സ്റ്റീജമോളുടെ സുഹൃത്താണ് ഈ മുന്നിൽ നിന്ന് വിറക്കുന്ന റാണി. സണ്ണിയും സ്റ്റീജയും തമ്മിൽ ഏകദേശം 7-8 വയസ്സിന് വ്യത്യാസമുണ്ട്. കൊച്ചുറാണി വീട്ടിൽ പോകാൻ നോക്ക്, സണ്ണി അല്പം ശബ്ദം മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ആ പറഞ്ഞതിനൊന്നും മിണ്ടാതെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ ഉയർത്തി ഒരു നോട്ടം അങ്ങ് വെച്ചു കൊടുത്തു കൊച്ചുറാണി. എന്നീ മൂങ്ങയെ പോലെ നിൽക്കുന്നേ, നിന്നെ കയറൂരി വിട്ടേക്കുവാണോ? ഒന്നുമില്ലേലും നിനക്കെൻ്റെ അനിയത്തി കൊച്ചിൻ്റെ പ്രായമല്ലേ ഉള്ളൂ. നിനക്കിപ്പോൾ 10-20 വയസ്സല്ലേ ഉള്ളൂ കൊച്ചേ. പോയി പഠിച്ച് വല്ല ജോലിക്കും പോവാൻ നോക്ക്. ഇതൊക്കെ ഈ പ്രായത്തിൽ സർവ്വസാധാരണമാണ്. സണ്ണി അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടാ, ഒരുപാടായി മനസ്സിൽ കൂടിയിട്ട്. കൊച്ചുറാണി ഇല്ലാത്ത ധൈര്യം എവിടെ നിന്നൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു. കാലേ വാരി ഞാൻ നിലത്തടിക്കും. മറ്റവൾക്കറിയാമോ ഇത്? നിന്റെ കൂട്ടുകാരിക്ക്, അതായത് എൻ്റെ അനിയത്തി സ്റ്റീജക്ക്? സായം എടുത്തു ചോദിച്ചു. കൊച്ചുറാണി വേഗത്തിൽ ഇല്ലെന്ന് തലയാട്ടി. ദൂരെ ആ മതിലിന് അപ്പുറം നിന്ന് അവരെ നോക്കിക്കൊണ്ടിരുന്ന സ്റ്റീജ ഇച്ചായൻ്റെ മട്ടുഭാവവും മാറുന്നത് കാണെ ഉള്ള ജീവനും കൊണ്ട് ഓടിപ്പോയി. സ്റ്റീജ പോയ വഴിയെ പുല്ലുപോലും മുളക്കില്ല. അങ്ങനത്തെ ഓട്ടമാണ് അവൾ ഓടിയത്. സ്റ്റീജക്ക് അറിയാം കൊച്ചുറാണിയുടെ മനസ്സ്. അവൾ തന്നെയാണ് ഇച്ചായനോട് പോയി കാര്യം പറയാനും പറഞ്ഞത്. പക്ഷേ ഇച്ചായൻ ഇങ്ങനെ ടെററാവുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സംഭവം സ്വന്തം ആങ്ങളെയൊക്കെ തന്നെ എന്ന് കരുതി സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ കുത്തിക്കൊല്ലും എന്നൊരു നയമാണ് സണ്ണിക്ക്. ദേഷ്യം വന്നാൽ കണ്ണ് കാണത്തില്ല മൂപ്പർക്ക്. പോയി തല തണുക്കെ താനൊന്ന് കുളിക്ക്, എന്നിട്ട് കുറച്ചു നേരം കിടന്നങ്ങ് ഉറങ്ങ്. അപ്പോഴേക്കും കൊച്ചിന് ഇപ്പോൾ എന്നോടുണ്ടെന്ന് പറഞ്ഞ ദിവ്യപ്രേമം അങ്ങ് പോയിക്കോളും. ബുള്ളറ്റിലേക്ക് കയറി അത് സ്റ്റാർട്ടാക്കുമ്പോൾ സണ്ണി എടുത്തു പറഞ്ഞു. കൊച്ചുറാണി അവന് മറുപടി ഒന്നും കൊടുത്തില്ല. അവൻ പോകുന്നത് നോക്കി കണ്ണു നിറച്ച് ആ നിൽപ്പങ്ങ് നിന്നു അവൾ ഏറെ നേരം. സണ്ണി വീട്ടിലെത്തും മുമ്പേ തന്നെ സ്റ്റീജ അവിടെ എത്തിയിരുന്നു. ഒരു സ്റ്റീജെ, സണ്ണി പുറത്തു നിന്നും തന്നെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. തൻ്റെ മരണമണിയല്ലേ ആ കേൾക്കുന്നത് എന്ന് സ്റ്റീജ ഓർത്തും പോയി. കൊച്ചുറാണിയുടെ കാര്യം ചോദിക്കാനായിരിക്കും ആ വരവ് എന്ന് സ്റ്റീജക്ക് നന്നായിട്ടറിയാം. സ്റ്റീജ രക്ഷപ്പെടാൻ എന്നോണം കയ്യിൽ കിട്ടിയ വലിയ പേരക്ക കഷ്ണം ഒന്ന് വായിലേക്ക് അങ്ങ് തിരുകി. സ്റ്റീജ! സണ്ണി അടുത്തു വന്ന് നിന്ന് വിളിച്ചപ്പോൾ സ്റ്റീജ മുഖമുയർത്തി അവനെ നോക്കി. നിന്റെ ആ ബുദ്ധിയും ബോധവും ഇല്ലാത്ത കൂട്ടുകാരി ഇന്ന് എന്നോട് വന്ന് ഒരു കാര്യം പറഞ്ഞു. നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ അത്? സണ്ണി അവളെ ഇരുത്തിയൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. സ്റ്റീജ വായിൽ പേരക്ക് തിരികി ഏതോ പുരാതന ഭാഷയിൽ എന്തൊക്കെയോ തട്ടിവിട്ടു. എന്നതാ? സണ്ണി ചെവി കൂർപ്പിച്ചു. ഞാൻ സ്റ്റീജ വീണ്ടും അതേ ഭാഷ തുടർന്നപ്പോൾ സണ്ണി അവളെ അങ്ങ് ചേർത്ത് പിടിച്ച് അവളുടെ വായിൽ ഇരുന്നിരുന്ന പേരക്ക കഷ്ണം അങ്ങ് വലിച്ചെടുത്തു. ഇനി പറയടി. സണ്ണി മുരണ്ടു. സ്റ്റീജ ട്രാപ്ഡ്. സ്റ്റീജ വിളറിയൊരു ചിരി ചിരിച്ചു. സോറി ചായ. സ്റ്റീജ അങ്ങ് പറഞ്ഞു തീർന്നതും അവളുടെ തലക്കെട്ട് 4 മേട്ടം അങ്ങ് കൊടുത്തു സണ്ണി. അയ്യോ അമ്മച്ചി, ആ സാധനത്തിനോ ബുദ്ധിയില്ല. നിനക്ക് അതിനെ പറഞ്ഞൊന്നും തിരുത്താമായിരുന്നില്ലേ? സണ്ണി ചോദിച്ചു. സ്റ്റീജ തല ഒന്ന് തടവി. അവളുടെ പ്രേമ ആത്മാർത്ഥമായിട്ടുള്ളതാ. സ്റ്റീജ കൊച്ച് റാണിയെ സപ്പോർട്ട് ചെയ്തു. നീ അങ്ങ് ഉരച്ചു നോക്കിയോ അവളുടെ പ്രേമം? ഇത്ര ഒറിജിനലാണെന്നങ്ങ് തീരുമാനിക്കാൻ? സണ്ണി പല്ലിഞ്ഞെരിച്ചുകൊണ്ട് ചോദിച്ചു. അതോടെ പിന്നെ സ്റ്റീജ പിന്നെ ഒന്നും മിണ്ടിയില്ല. വെറുതെ ഇനിയും അങ്ങേരുടെ കയ്യിൽ നിന്ന് കൊട്ടു വാങ്ങണ്ടല്ലോ. ഇച്ചായന് എന്നോട് ദേഷ്യമായോടി? പിറ്റേന്ന് കോളേജിലേക്ക് പോകുന്ന വഴിയിൽ കൊച്ചുറാണി സ്റ്റീജയോട് ചോദിച്ചു. മൂപ്പറല്ലെങ്കിലും നല്ല സർട്ടിഫൈഡ് കലിപ്പനാണല്ലോ. ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. നിനക്ക് എൻ്റെ ഇച്ചായനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ? എന്തോരം നല്ല ആൺപിള്ളേരുള്ള നാടാ.
ടീച്ചർ റാണിയെ നോക്കിക്കൊണ്ട് കണ്ണുരുട്ടി. അപ്പോഴേക്കും റാണിയുടെ കണ്ണങ്ങ് നിറഞ്ഞു വന്നിരുന്നു. മര്യാദക്ക് കരച്ചിൽ നിർത്തിക്കോ. ഈ പൂങ്കണ്ണീര് കണ്ട ഞാനും ഇതിന് കൂട്ടുനിന്നത്. എന്നിട്ട് അതിൻ്റെ പേരിൽ അങ്ങേരെ എൻ്റെ തല തല്ലി പൊളിച്ചില്ല എന്നേ ഉള്ളൂ. സ്റ്റീജ് പിന്നെയും കണ്ണുരുട്ടിയപ്പോൾ പിന്നെ റാണി ആ കരച്ചിൽ സ്വിച്ചിട്ട പോലെ അങ്ങ് നിർത്തി. സണ്ണിയുടെയും റാണിയുടെയും ജീവിതം അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി. റാണി പിന്നീട് അങ്ങോട്ട് സണ്ണിയെ കാണുമ്പോൾ മിണ്ടാതെയായി. ആദ്യമൊക്കെ റാണിയുടെ മൗനം അവന് വലിയൊരു ആശ്വാസമായിരുന്നു. ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ, ഇനി കുറച്ചു കാലം സ്വസ്ഥമായി നടക്കാം എന്ന് അവൻ ഉള്ളാലെ വിചാരിച്ചു. പക്ഷെ ആ ആശ്വാസം അധികം നീണ്ടു നിന്നില്ല. പതിയെ പതിയെ ആ മൗനം സണ്ണിയുടെ ഉള്ളിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കാൻ തുടങ്ങി. കോളേജ് കഴിഞ്ഞ് വരുമ്പോഴും വഴിയിൽ വെച്ച് കാണുമ്പോഴും തന്നെ പേടിയോടെയും എന്നാൽ വലിയ ആകാംക്ഷയോടെയും അവൾ നോക്കുമായിരുന്നു. ആ കണ്ണുകളിൽ അപ്പോൾ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. സണ്ണിയെ കാണുമ്പോൾ അവൾ പതിയെ തല താഴ്ത്തും. എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ സണ്ണിച്ചാ എന്ന് വിളിക്കും. ആ വിളിയും ആ നോട്ടവും തൻ്റെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാണെന്ന് സണ്ണി അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. വഴിയിൽ വെച്ച് കണ്ട അവൾ മുഖം തിരിച്ച് നടക്കുന്നു. തന്നെ കണ്ടാൽ പോലും കാണാത്ത ഭാവത്തിൽ അവൾ സ്റ്റീജയോട് സംസാരിച്ച് നടന്നു പോകുന്നു. ആ മൗനം സണ്ണിയെ വല്ലാതെ അലട്ടി തുടങ്ങി. ഓരോ ദിവസവും അവൾ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവളുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാൻ സണ്ണി കൊതിച്ചു തുടങ്ങി. പക്ഷേ ഇല്ല, അവൾ പഴയ റാണിയേ അല്ല. ആ വിറയലും ആ പേടിയും ഒക്കെ പോയി ഒരു തരം നിർവികാരത അവളിൽ വന്നു ചേർന്നിരിക്കുന്നു. സണ്ണിയുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഏറിക്കൂടി. അവൻ റാണിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. മറ്റുള്ളവരോട് വർത്തമാനം പറയുമ്പോൾ റാണി ചിരിക്കും. ആ ചിരി കാണുമ്പോൾ സണ്ണിക്കുള്ളിൽ വല്ലാത്തൊരു അസൂയ തോന്നി തുടങ്ങി. തന്നെ കണ്ടാൽ ചിരിച്ചിരുന്ന, താൻ വഴക്ക് പറഞ്ഞാൽ കണ്ണ് നിറച്ചിരുന്ന ആ കൊച്ചുറാണിയെ അവനങ്ങ് വല്ലാതെ മിസ് ചെയ്തു തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം കോളേജ് വിട്ടു വരുമ്പോൾ സണ്ണി സ്ഥിരം വഴിയിൽ വണ്ടി ഒതുക്കി നിർത്തി. ദൂരെ നിന്ന് റാണി വരുന്നത് അവൻ കണ്ടു. അവളുടെ നടപ്പിൽ പോലും ഇപ്പോൾ ഒരു പരിഭ്രമമില്ല. പഴയ റാണിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവും. സണ്ണിയുടെ മനസ്സിൽ അവളുടെ സണ്ണിച്ച എന്ന വിളി മുഴങ്ങുന്നുണ്ടായിരുന്നു. സണ്ണിക്ക് മനസ്സിലായി തുടങ്ങി താൻ അവളെ അമിതമായി അവഗണിച്ചതിൻ്റെയും ദേഷ്യപ്പെട്ടതിൻ്റെയും ഫലമാണ് ഈ മൗനമെന്ന്. അവളുടെ ഉള്ളിലെ ആ സ്നേഹം മുഴുവൻ എങ്ങോട്ടാണോ ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് സണ്ണിക്കറിവില്ലായിരുന്നു. വഴിയിൽ വെച്ച് അന്ന് അത്രയും തൊട്ടടുത്ത് ആളൊഴിഞ്ഞു കിട്ടിയിട്ടും അന്നും റാണി മിണ്ടാതെ പോയപ്പോൾ സണ്ണിക്ക് പരിഭവം കൂടി. അന്ന് രാത്രി സണ്ണി ഉറങ്ങിയില്ല. റാണിയുടെ കണ്ണുകൾ അവൻ ഓർത്തു. തന്നെ നോക്കാതെ പോയ ആ നോട്ടം, സണ്ണിച്ച എന്ന ആ വിളിയിലുണ്ടായിരുന്ന ആത്മാർത്ഥത, അതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ സണ്ണിക്ക് ആദ്യമായി തൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുള്ളതായി തോന്നി. സ്നേഹിക്കാൻ ആരുമില്ലാതെ പോകുമ്പോൾ ഈ ലോകം എത്ര വിരസമാണെന്നോ അവൻ തിരിച്ചറിഞ്ഞു. റാണിയുടെ മൗനം സണ്ണിയെ കൊതിപ്പിച്ചു തുടങ്ങി. അവളുടെ പഴയ സ്നേഹമുള്ള വിളിയേക്കാൻ, അവളുടെ വിക്കലും വിറയലും വീണ്ടും കാണാൻ, ആ കുഞ്ഞു മുഖം നോക്കി നിൽക്കാൻ, എല്ലാത്തിനും സണ്ണിക്ക് കൊതി തോന്നി. സണ്ണിയുടെ മനസ്സ് വല്ലാതെ ഉലഞ്ഞു പോയൊരു ദിവസമായിരുന്നു അത്. അവളുടെ ശൂന്യമായ നോട്ടം സണ്ണിയുടെ നെഞ്ചിൽ ഒരു കല്ലുപോലെ വന്ന് വീണു. പക്ഷേ സണ്ണിക്ക് അത് പുറത്ത് കാണിക്കാൻ തൻ്റെ ഈഗോ അനുവദിച്ചതുമില്ല. ടൗണിൽ നിന്നും സാധനങ്ങളും വാങ്ങി ബുള്ളറ്റിൽ തിരികെ വരികയായിരുന്നു അന്ന് സണ്ണി. സന്ധ്യ മയങ്ങുന്ന നേരമായിരുന്നു. മൂടൽമഞ്ഞും ചാറ്റൽ മഴയും കാരണം റോഡ് അല്പം വഴുക്കലായിരുന്നു. പെട്ടെന്നാണ് എതിരെ വന്നൊരു ജീപ്പ് നിയന്ത്രണം വിട്ട് സണ്ണിയുടെ ബുള്ളറ്റിലേക്ക് പാഞ്ഞു കയറിയത്. വണ്ടി വെട്ടിക്കാൻ നോക്കിയ സണ്ണി റോഡരികിലെ താഴ്ചയിലേക്ക് ബുള്ളറ്റോടെ മറിഞ്ഞു വീണു. വലിയ പരിക്കുകളൊന്നുമില്ലെങ്കിലും കാലിനും കൈക്കൊക്കെ നല്ല രീതിയിൽ ചതവുകൾ പറ്റിയിരുന്നു. നാട്ടുകാർ ചേർന്ന് സണ്ണിയെ അടുത്തുള്ള ക്ലിനിക്കിൽ എത്തിച്ചു. ആങ്ങളുടെ ഒരു ബുള്ളറ്റ് സവാരി, ഈ ഒടിഞ്ഞ കാലം വെച്ച് ഇനി ഇവിടെ ഇരുന്നോണം. സ്റ്റീജ അടുക്കളയിൽ നിന്നും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചിയും സ്റ്റീജക്കും മുറക്ക് ഉപദേശിക്കുന്നുണ്ട്. തൽക്കാലം എല്ലാം കേട്ട് മിണ്ടാതെ ഇരിക്കാമെന്ന് സണ്ണിയും അങ്ങ് വിചാരിച്ചു. അവൾ സണ്ണിക്കുള്ള ചായ എടുക്കാൻ പോയ സമയത്താണ് മുറ്റത്തൊരു കാൽപ്പെരുമാറ്റം കേട്ടത്. സണ്ണി തലയുയർത്തി നോക്കി. മുറ്റത്തെ അരണ്ട ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ശ്വാസം കിട്ടാതെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന റാണിയെ സണ്ണി കണ്ടു. അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നിരുന്നു. കോളേജ് യൂണിഫോമിൽ തന്നെയാണ് ഇപ്പോഴും. സണ്ണിക്ക് അപകടം പറ്റിയെന്നറിഞ്ഞ നിമിഷം അവൾ എങ്ങനെയാണ് ഇങ്ങോട്ട് ഓടിയെത്തിയത് എന്ന് അവളുടെ ആ നിൽപ്പ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ സണ്ണിയുടെ കെട്ടിവെച്ച കാലുകളിലേക്കും കയ്യിലെ മുറിവുകളിലേക്കും നീണ്ടു.
ആ നിമിഷം അവളുടെ നിയന്ത്രണം പാടെ നഷ്ടപ്പെട്ടിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി റാണിയുടെ. സണ്ണിക്ക് അവളോട് അന്നേരം പാവം തോന്നിപ്പോയി. പക്ഷെ തൻ്റെ ഉള്ളിലെ പ്രണയവും ആകുലതയും പുറത്തു കാണിക്കാൻ സണ്ണിയുടെ മനസ്സ് സമ്മതിച്ചില്ല. താൻ മാറിയത് അവൾ അറിയരുത് എന്ന വാശിയിൽ സണ്ണി തൻ്റെ ഗൗരവമുള്ള മുഖം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. നീ എന്താ ഈ രാത്രിയിൽ ഇവിടെ? സണ്ണി അല്പം കടുപ്പത്തിൽ താല്പര്യമില്ലാത്ത ഭാവത്തിൽ ചോദിച്ചു. ആ ചോദ്യം റാണിയുടെ നെഞ്ചിൽ ഒരു കൂരമ്പ് പോലെയാണ് തറച്ചത്. സണ്ണിയുടെ താല്പര്യമില്ലായ്മ കണ്ടിട്ടും റാണി അവിടുന്ന് ഒരടി പോലും മുന്നോട്ടോ പിന്നോട്ടോ മാറിയില്ല. അവളൊന്നും മിണ്ടിയില്ല. പണ്ടത്തെ പോലെ സണ്ണിച്ച എന്ന് വിളിച്ച് അവൾ കരഞ്ഞതുമില്ല. അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ ശബ്ദമുണ്ടാക്കിയില്ല. പക്ഷെ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ സണ്ണിയെ തുളച്ചു നോക്കുകയായിരുന്നു. ആ നോട്ടത്തിൽ പരിഭവവും വല്ലാത്തൊരു വേദനയും അതിലുപരി സണ്ണിയോടുള്ള അടക്കാനാവാത്ത സ്നേഹവും ഉണ്ടായിരുന്നു. വാക്കുകളേക്കാൾ ആഴത്തിൽ അവളുടെ മൗനം സണ്ണിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുങ്ങിയെപ്പോയി നിൽക്കുന്നേ? എനിക്ക് വലിയ പരിക്കൊന്നുമില്ല, നീ വീട്ടിൽ പോകാൻ നോക്ക്, സണ്ണി വീണ്ടും മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അവൻ്റെ ഉള്ളിൽ അവളോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ മനസ്സ് തുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അതിന് സണ്ണിക്ക് സാധിക്കുന്നില്ലായിരുന്നു. റാണി തൻ്റെ ചുണ്ടുകൾ അമർത്തിക്കടിച്ചു. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവൾ ആ വിറയൽ മാറ്റാൻ ശ്രമിച്ചു. സണ്ണിയുടെ ഈ അവഗണന അവളുടെ ഹൃദയം തകർത്ത് കളഞ്ഞിരുന്നു. താൻ ഇത്രയും സ്നേഹിച്ചിട്ടും ഇച്ചാന് തന്നോട് ഒരു തുള്ളി പോലും ദയയില്ല എന്ന ചോദ്യം അവളുടെ തകർന്ന നിൽപ്പിലുണ്ടായിരുന്നു. അവളുടെ നിൽപ്പും തകർന്ന ഭാവവും കണ്ട സണ്ണി ശരിക്കും ആശ്ചര്യപ്പെട്ടു പോയി. കാരണം പഴയ റാണിയായിരുന്നെങ്കിൽ ഈ വഴക്കിന് എന്തെങ്കിലും മറുപടി പറയുകയോ പേടിച്ചോടുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് അവൾ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്, കണ്ണീരൊഴുക്കിക്കൊണ്ട് തന്നെ. ഒരു പെണ്ണിന് ഒരു പുരുഷനോട് തോന്നുന്ന പ്രണയം എത്രത്തോളം തീവ്രമായിരിക്കാം? സണ്ണി സ്വയം ചോദിച്ചു പോയി. താൻ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അധിക്ഷേപിച്ചിട്ടും തനിക്കൊരാപത്ത് പറ്റിയെന്ന് കേട്ടപ്പോൾ എല്ലാം മറന്ന് ഓടി വരാൻ അവൾക്ക് മാത്രമേ കഴിയൂ എന്ന് സണ്ണിക്ക് ബോധ്യമായി. ആ കുഞ്ഞു മുഖത്തെ സങ്കടം കണ്ടപ്പോൾ സണ്ണിയുടെ ഉള്ളിലെ പരിഭവഭാവം പതിയെ ഉരുകിത്തീരാൻ തുടങ്ങി. അവളെ ചേർത്ത് പിടിക്കാൻ അവൻ്റെ കൈകൾ തരിച്ചു. അപ്പോഴേക്കും ചായയുമായി സ്റ്റീജ അങ്ങോട്ട് വന്നിരുന്നു. റാണിയെ അവസ്ഥയിൽ കണ്ടതും സ്റ്റീജ ഞെട്ടിപ്പോയി. ഇടി റാണി, നീ എപ്പോഴും വന്നേ? കരയാതടി, ഇച്ചായന് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ചതവേ ഉള്ളൂ, സ്റ്റീജ അവളെ ആശ്വസിപ്പിച്ചു. റാണി സ്റ്റീജയെ നോക്കി പതിയെ തലയാട്ടി. എന്നിട്ട് അവസാനമായി ഒരിക്കൽ കൂടി സണ്ണിയെ തൻ്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകളാലെ അവളൊന്ന് നോക്കി. ആ നോട്ടത്തിൽ എന്തിനാ സണ്ണിച്ച എന്നോടിങ്ങനെ ദേഷ്യപ്പെടുന്നേ എന്നൊരു ചോദ്യം ബാക്കി വച്ചിരുന്നു. പിന്നീട് അവിടെ നിൽക്കാതെ ഒരു വാക്ക് പോലും മിണ്ടാതെ റാണി തിരിഞ്ഞ് നടന്നു. ഇരുട്ടിലേക്ക് മറയുന്ന അവളുടെ രൂപം നോക്കിയിരിക്കുമ്പോഴും സണ്ണിയുടെ മനസ്സിൽ അവളുടെ നിറഞ്ഞ കണ്ണുകൾ മാത്രമായിരുന്നു. താൻ തോറ്റുപോയിരിക്കുന്നു എന്ന് സണ്ണിക്ക് മനസ്സിലായി. അവളുടെ മൗനത്തിനും കണ്ണീരിനും മുന്നിൽ സണ്ണി എന്ന മനുഷ്യൻ പൂർണ്ണമായും കീഴടങ്ങി കഴിഞ്ഞിരുന്നു. ആ കണ്ണീരൊപ്പാനും അവൾക്ക് നഷ്ടപ്പെട്ട ആ പഴയ തിരികെ നൽകാനും സണ്ണിയുടെ മനസ്സ് കൊതിക്കാൻ തുടങ്ങി. സണ്ണിയുടെ മനസ്സിൽ പെയ്തത് വലിയൊരു പ്രണയമഴയായിരുന്നു. ആരും കാണാതെ അറിയാതെ തൻ്റെ കണ്ണുകൾ എപ്പോഴും ആ കൊച്ചുറാണിയെ തിരയുന്നത് അവൻ തിരിച്ചറിഞ്ഞു. വഴിയിൽ വെച്ച് കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുമെങ്കിലും അവളുടെ ഉള്ളിൽ ഇപ്പോഴും തന്നോടുള്ള പഴയ പ്രണയം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് സണ്ണിക്കുറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കലിപ്പൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ ഒരു തുരുത്ത് പതിയെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം വൈകുന്നേരം സണ്ണി ബുള്ളറ്റിൽ ടൗണിൽ നിന്നും വരികയായിരുന്നു. കോളേജ് വിടുന്ന സമയമാണ്. പതിവ് പോലെ റാണിയെയും സ്റ്റീജയെയും വഴിയിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന പ്രതീക്ഷയിലാണ് അവൻ വണ്ടി ഓടിച്ചിരുന്നത്. റോഡിൻ്റെ സൈഡിലുള്ള വലിയ തണൽ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ സണ്ണി ബുള്ളറ്റിൻ്റെ വേഗത ഒന്ന് കുറച്ചു. അവിടെ കണ്ട കാഴ്ച സണ്ണിയുടെ നെഞ്ചിലേക്ക് ഒരു തീപ്പൊരി വീഴ്ത്തുന്നുണ്ടായിരുന്നു. സ്റ്റീജയും റാണിയും അവിടെ നിൽപ്പുണ്ട്. എന്നാൽ അവർ രണ്ടുപേർ മാത്രമല്ല, അവർക്കൊപ്പം നല്ല വെളുത്ത നിറമുള്ള ഒത്ത പൊക്കവും വണ്ണവുമായി ഒരു ചെറുക്കനും കൂടെയുണ്ട്. അവൻ്റെ ബൈക്ക് അവിടെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. മൂവരും കൂടെ വലിയ ചിരിയിലും തമാശയിലുമാണ്. സണ്ണിക്ക് പെട്ടെന്ന് കണ്ണും മനസ്സും ആ കാഴ്ചയിൽ നിന്ന് വെട്ടിക്കാൻ തോന്നിയില്ല. അവൻ വണ്ടി പതിയെ ആ തണൽ മരത്തിനരികിലേക്ക് അടുപ്പിച്ചു. റാണിയുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി. മറ്റേ ചെറുക്കൻ എന്തോ പറഞ്ഞപ്പോൾ റാണി ചിരിക്കുകയാണ്. ആ കവിളുകളിൽ പണ്ടെങ്ങോ കണ്ടിരുന്ന മനോഹരമായ നുണക്കുഴി തെളിഞ്ഞു വന്നിരിക്കുന്നു. തന്നോട് സംസാരിക്കുമ്പോൾ വിറക്കുകയും പേടിക്കുകയും മാത്രം ചെയ്തിരുന്ന റാണി മറ്റൊരു ആൺകുട്ടിയുടെ മുന്നിൽ നിന്ന് ഇത്രയും നിഷ്കളങ്കമായി ചിരിക്കുന്നത് സണ്ണിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുശുമ്പും ദേഷ്യവും ഒരുമിച്ച് ഇരച്ചങ്ങ് കയറി. സണ്ണി ബുള്ളറ്റ് പെട്ടെന്ന് അവർക്ക് തൊട്ടു മുന്നിൽ നിർത്തി. ബുള്ളറ്റിൻ്റെ കനത്ത ശബ്ദം കേട്ടതും മൂവരുടെയും ചിരി പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ നിന്നു. ശ്രീജയും റാണിയും ഞെട്ടി സണ്ണി ഒന്ന് നോക്കി. സണ്ണിയുടെ മുഖം ദേഷ്യം കൊണ്ടും അസൂയ കൊണ്ടും ചുവന്നിട്ടുണ്ടായിരുന്നു. കണ്ണുകളിൽ കലിപ്പ് നിറഞ്ഞു നിന്നു. സണ്ണി വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ആ ചെറുക്കനെ തല മുതൽ കാൽ വരെ ഒന്ന് ഇരുത്തി നോക്കി. ആ നോട്ടത്തിൻ്റെ മൂർച്ച താങ്ങാൻ കഴിയാതെ ആ പയ്യൻ പതിയൊന്ന് പിന്നോട്ട് മാറി. സണ്ണി നേരെ റാണിയുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടം കണ്ട് പേടിച്ച റാണി പതിയെ ശ്രീജയുടെ പുറകിലേക്ക് അല്പം ഒതുങ്ങിപ്പോയി. ശ്രീജ, വാ കയറ്. സണ്ണിയുടെ സ്വരം അല്പം കടുപ്പമേറിയതായിരുന്നു. ശ്രീജ ഒന്നും മിണ്ടാതെ റാണി ഒന്ന് നോക്കി. റാണി തല താഴ്ത്തി നിൽക്കുകയാണ്. ശ്രീജ വേഗത്തിൽ സണ്ണിയുടെ ബുള്ളറ്റിൻ്റെ പുറകിലേക്ക് കയറിയിരുന്നു. ആ ചെറുക്കനോടും റാണിയോടും യാത്ര പോലും പറയാൻ നിൽക്കാതെ സണ്ണി വണ്ടി തിരിച്ചുകൊണ്ട് മുന്നോട്ടെടുത്തു. കണ്ണാടിയിലൂടെ അവൻ നോക്കുമ്പോൾ റാണി ഇപ്പോഴും തല താഴ്ത്തി വിഷമത്തോടെ നിൽക്കുന്നത് കാണാമായിരുന്നു. വഴിയിലുടനീളം സണ്ണി ഒന്നും മിണ്ടിയില്ല. അവൻ്റെ ഉള്ളിൽ ആ ചെറുക്കൻ്റെ മുഖവും റാണിയുടെ ചിരിയും മാറി മാറി വന്ന് അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. ബുള്ളറ്റിൻ്റെ വേഗത അല്പം കൂടുതലായിരുന്നു. പുറകിലിരുന്ന ശ്രീജക്ക് കാര്യം ഏകദേശം മനസ്സിലായി. ഇച്ചായൻ്റെ ഈ അമിത ദേഷ്യത്തിൻ്റെ പിന്നിൽ റാണിയോടുള്ള ഒടുക്കത്തെ പ്രേമമാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. വീട്ടിലെത്തി വണ്ടി മുറ്റത്ത് നിർത്തിയത് ശ്രീജ ഇറങ്ങാനാഞ്ഞു. നീ അവിടെ നിൽക്ക്. സണ്ണി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ശ്രീജയുടെ മുന്നിലേക്ക് വന്ന് നിന്നു. എന്താ ചായ? ശ്രീജ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. ആരാടിയ ചെറുക്കൻ? നിങ്ങളെ കയറൂരി വിട്ടേക്കുവാണോ കോളേജിലേക്ക്? വഴിയിൽ നിൽക്കുന്ന എല്ലാവന്മാരോടും ഇങ്ങനെ പല്ലിളിച്ച് കാണിക്കാൻ ആരുടെ നിനക്കൊക്കെ ലൈസൻസ് തന്നത്? സണ്ണി കൈകൾ കെട്ടിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. അത് പിന്നെ ചായ, അവൻ ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്നതാ. പേര് ബെന്നി. ശ്രീജ വളരെ പാവത്താനായി പറഞ്ഞു. ആരായാലും എനിക്കെന്താ? അവൻ എന്തിനാ അവിടെ നിന്ന് വന്ന് വളവള എന്ന് സംസാരിക്കുന്നേ, പ്രത്യേകിച്ചും ആ റാണിയുടെ അടുത്ത്? സണ്ണി തൻ്റെ ഉള്ളിലെ യഥാർത്ഥ വിഷയം എടുത്ത് പുറത്തെടുത്തു. ശ്രീജ ഉള്ളിൽ ചിരി കടിച്ചമർത്തി. ഇച്ചായന് കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. അവൾ മുഖത്ത് കള്ളഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഇച്ചായ, ബെന്നിക്ക് റാണിയെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദിവസമായി അവൻ അവളുടെ പുറകെ നടക്കുന്നു. അവളുടെ പ്രേമം തുറന്ന് പറയാൻ വന്നതായിരുന്നു അവൻ. എന്താടി പറഞ്ഞത്? സണ്ണിയുടെ കണ്ണ് തള്ളിപ്പോയി. അവൻ്റെ നെഞ്ചിൽ എന്തോ വന്ന് തറഞ്ഞ പോലെ തോന്നി. പ്രേമം പറയാൻ വന്നതാണെന്നോ? അവനൊക്കെ അത്രക്കായോ? ഒരു 10-20 വയസ്സല്ലുള്ള കൊച്ചിന് അതിനോട് പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അവളോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ പോയി പഠിക്കാൻ നോക്കാൻ. സണ്ണി ദേഷ്യപ്പെട്ടു. ശ്രീജക്ക് ചിരിയടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ചുണ്ടുകൾ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല ചായ, ബെന്നി നല്ല പയ്യനാ. വീട്ടുകാരൊക്കെ വലിയ പണക്കാരാ. റാണിക്ക് ജോഡിയാവൻ. കാണാനും നല്ല ലുക്കില്ലേ? ശ്രീജ എടുത്ത് ചോദിച്ചു. ലുക്കോ? ഏത്? ആ കോന്തനോ? അവനെ കണ്ട ഒരു തരികിയുടെ ലുക്കുണ്ട്. കണ്ടില്ലേ, കമ്മലിട്ട് പാൻറ്റും താഴ്ത്തിയിട്ട് നടക്കുന്നത്. അവനൊക്കെ ആണോടി നിനക്കൊക്കെ ലുക്കെന്ന് തോന്നുന്നത്? ഒന്നുമില്ലല്ലോ, എൻ്റെ കൺമുന്നിൽ വളർന്ന കൊച്ചാവൾ. അവളൊരു ആപ്പിളും കൊണ്ടുപോയി ചാടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സണ്ണി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഇച്ചായ എന്തിനത്ര ചൂടാവുന്നത്? അന്ന് ഇച്ചായനോട് അവൾ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇച്ചായ അവളെ കാലേ വാരി നിലത്തടിക്കോ എന്നല്ലേ പറഞ്ഞത്? മൂങ്ങയെ പോലെ നിൽക്കരുതെന്നും പോയി തല തണുക്കി കുളിക്കാനും ഒക്കെ പറഞ്ഞത് ഇച്ചായൻ തന്നെയല്ലേ? അപ്പോൾ പിന്നെ അവൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതിന് ഇച്ചായനെന്താ? ശ്രീജ തക്കം നോക്കി നല്ലൊരു താങ്ങങ്ങ് കൊടുത്തു. അതോടെ സണ്ണിയുടെ കിളികളൊക്കെ പറന്നുപോയി. അവൻ ശ്രീജയെ ഒന്ന് തുറച്ചു നോക്കി. തൻ്റെ പഴയ വാക്കുകൾ തന്നെ ഇങ്ങനെ തിരിഞ്ഞു കൊത്തുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞത് ആ കൊച്ചിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഈ പ്രായത്തിൽ ഇതൊക്കെ കാണുമ്പോൾ വഴി തെറ്റിപ്പോവും. അതുകൊണ്ട് ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ. സണ്ണി വാക്കുകൾ കിട്ടാതെ പരിങ്ങി. ആഹാ, ജ്യേഷ്ഠൻ കൊള്ളാം. അപ്പോൾ പിന്നെ റാണിയെ ബെന്നി പ്രേമിക്കുന്നതിന് ജ്യേഷ്ഠൻ എന്തത്ര കുശുമ്പ്? ഇച്ചായൻ്റെ മുഖം കണ്ടാൽ തോന്നും റാണിയെ വേറെ ആരെങ്കിലും നോക്കിയാൽ ഇച്ചായൻ അവരുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമെന്ന്. ശ്രീജ കള്ളച്ചിരിയോടെ ഇച്ചായൻ്റെ തോളിൽ തട്ടി. നീ കൂടുതൽ വർത്താനം പറയണ്ടടി. ആ റാണിയോട് ചെന്ന് പറഞ്ഞേക്ക് ഇനി ആ ബെന്നിയുടെ കൂടെ വഴിയിൽ നിന്ന് പല്ലിടിച്ചാൽ അവളുടെ കാലിൽ ഞാൻ തല്ലിയൊടിക്കുമെന്ന്. മനസ്സിലായോ? സണ്ണി കലിപ്പിൽ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് നടന്നുപോയി. മുറിയിലേക്ക് കയറി വാതിലടക്കുമ്പോഴും സണ്ണിയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ബെന്നിക്ക് റാണിയെ ഇഷ്ടമാണെന്ന്
സ്റ്റീജ പറഞ്ഞ വാക്കുകൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങി. റാണിയെ മറ്റൊരാൾ സ്വന്തമാക്കുന്നത് ഓർക്കാൻ പോലും സണ്ണിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ഈഗോ ഒക്കെ ആ ഒറ്റ നിമിഷത്തിൽ ഉരുകിയില്ലാതായിരുന്നു. അവൾ തൻ്റെ മാത്രമാണ് എന്നൊരു വല്ലാത്ത ചിന്ത അവൻ്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിരുന്നു. അന്നേരം പുറത്തു മുറ്റത്ത് നിന്ന് സ്റ്റീജ കൈ കൊട്ടി ചിരിക്കുകയായിരുന്നു. ഇച്ചായൻ്റെ ഒരു കലിപ്പ്! ഇത്രയും നാൾ റാണിയെ കരയിപ്പിച്ചതിനുള്ളത് അങ്ങേർക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഈ കുശുമ്പും അസൂയയും അങ്ങ് കൂടി ഒടുവിൽ ഇച്ചായൻ തന്നെ അവളുടെ കാല് പിടിക്കേണ്ടി വരും. സ്റ്റീജ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉറക്കെ ചിരിച്ചു. അന്ന് രാത്രി സണ്ണിക്കുറക്കം വന്നില്ല. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവൻ റാണിയുടെ ചിരിയുമായിരുന്നു. ബെഡ്റൂമിലെ ഫാനിൻ്റെ കറക്കത്തിന് പോലും സണ്ണിയുടെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബെഡിൽ കിടന്ന് അവൻ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും തുടങ്ങി. കണ്ണടക്കുമ്പോഴെല്ലാം ആ ബെന്നി എന്ന കോന്തൻ്റെ മുഖവും അവനെ നോക്കി റാണി ആ കവിളിൽ നുണക്കുഴി തെളിയിച്ച് ചിരിച്ചതുമാണ് ഓർമ്മയിൽ വരുന്നത്. എൻ്റെ മുന്നിൽ വന്ന് വിറച്ചു നിന്ന കൊച്ച അവളിപ്പോൾ വേറൊരുത്തൻ്റെ മുന്നിൽ നിന്ന് പല്ലിളിക്കുന്നു, അതും ആ കമ്മലിട്ട കോന്തൻ്റെ മുന്നിൽ. സണ്ണി ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് റൂമിൻ്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടത്. സണ്ണി ചെന്ന് വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന സ്റ്റീജ. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ആകുലതയും പരിഭ്രമവും ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ അവൾ അടുത്ത ബോംബ് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നീ എന്താടി പാതിരാത്രിക്ക് ഉറങ്ങിയില്ലേ? സണ്ണി നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഇച്ചായ, ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ. ഇപ്പോഴാ റാണി എന്നെ ഫോണിൽ വിളിച്ചത്, സ്റ്റീജ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. റാണി എന്ന പേര് കേട്ടതും സണ്ണിയുടെ കാതുകൾ കൂർത്തു. ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞുപോയി. അവൾക്കിപ്പോൾ എന്താ? അവളെന്തിനാ നിന്നെ ഈ സമയത്ത് വിളിക്കുന്നേ? സണ്ണി ഗൗരവം നടിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ചായ, ആ ബെന്നിയില്ലേ, അവൻ വെറും വർത്തമാനം പറയുക മാത്രമല്ല ചെയ്തത്. അവൻ്റെ വീട്ടുകാർ ഇന്ന് വൈകുന്നേരം റാണിയുടെ വീട്ടിൽ വന്നിരുന്നു. അവളുടെ അപ്പച്ചനോട് അമ്മച്ചിയോട് സംസാരിച്ചു. റാണിയെ ബെന്നിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് പെണ്ണാലോചിച്ച് വന്നിരിക്കുക. എന്താടി പറഞ്ഞത്? സണ്ണിയുടെ ശബ്ദം അല്പം ഉച്ചത്തിലായി. അവൻ സ്റ്റീജയുടെ തോളിൽ പിടിച്ചു കുലുക്കി. പെണ്ണാലോചിച്ചെന്നോ? ആര്? ആ തരികിടയോ? റാണിയുടെ വീട്ടുകാർക്ക് വട്ടാണോ? അതിന് റാണിയുടെ അപ്പച്ചന് ബെന്നിയെയും അവൻ്റെ കുടുംബത്തെയും ഭയങ്കര ഇഷ്ടമായിച്ചായ. നല്ല കാശുള്ള വീട്ടുകാരാ. അവൻ സിംഗപ്പൂരിലേക്ക് പോകാൻ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാൽ റാണിയെയും കൂടെ കൊണ്ടുപോകും. റാണിയുടെ അപ്പച്ചൻ ഏകദേശം സമ്മതം മൂളിക്കഴിഞ്ഞു. റാണി റൂമിൽ ഇരുന്ന് കരയുക. അവൾക്ക് ബെന്നിയെ കെട്ടാൻ ഒട്ടും താല്പര്യമില്ല എന്ന്. പക്ഷെ അപ്പച്ചൻ്റെ വാക്ക് തിരുത്താൻ അവൾക്ക് പേടിയാ. അതുകൊണ്ട് എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞതാ. സ്റ്റീജ ഒരു നിശ്വാസം എടുത്ത് ഇല്ലാത്ത സങ്കടം മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു. സണ്ണിയുടെ നെഞ്ചിൽ ഒരു വലിയ ബോംബ് പൊട്ടിയതുപോലെ തോന്നി. കൈകാലുകൾ തണുത്ത് മരവിച്ചു. റാണി വേറൊരുത്തൻ്റെ കൂടെ. സണ്ണിയുടെ ഈഗോയും കലിപ്പൊക്കെ ആ ഒരൊറ്റ നിമിഷത്തിൽ എങ്ങോ പറന്നുപോയി. അവളുടെ ചുവന്ന കണ്ണുകളും വിറക്കുന്ന ചുണ്ടുകളും അവൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി. അവൾക്ക് താല്പര്യമില്ലെന്ന് അവൾ പറഞ്ഞു. സണ്ണി പരിങ്ങി ചോദിച്ചു. അവൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഇച്ചായ? ഇച്ചായൻ അവളെ അത്രക്ക് ആട്ടി ഓടിച്ചതല്ലേ? അപ്പച്ചൻ പറയുന്നിടത്ത് കഴുത്ത് നീട്ടാൻ അവൾ തീരുമാനിച്ചു. സ്റ്റീജ ഇത്രയും പറഞ്ഞുകൊണ്ട് വേഗം തൻ്റെ റൂമിലേക്ക് നടന്നുപോയി. വാതിലടച്ചതും അവൾ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഇനി കളി മാറി ഇച്ചായ, ഇച്ചായ ഇന്ന് ഉറങ്ങത്തില്ല, അവൾ മനസ്സിൽ വിചാരിച്ചു. സ്റ്റീജ പറഞ്ഞത് കേട്ടതിന് ശേഷം സണ്ണിക്ക് മുറിക്കുള്ളിൽ നിൽക്കാൻ പൂർത്തിയുണ്ടായിരുന്നില്ല. ക്ലോക്കിലെ സൂചി 12 കഴിഞ്ഞിരുന്നു. നാട്ടുകാരും വീട്ടുകാരൊക്കെ നല്ല ഉറക്കത്തിലാണ്. പക്ഷെ സണ്ണിയുടെ ഉള്ളിൽ ഒരു വലിയ അഗ്നിപർവ്വതം പുകയുകയായിരുന്നു. ഇല്ല, അവളെ ഞാൻ വേറൊരുത്തിന് വിട്ടുകൊടുക്കില്ല. എൻ്റെ മുന്നിൽ വന്ന് പ്രേമം പറഞ്ഞവളാ. അവളെ വേറൊരുത്തും കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ ഈ സണ്ണിക്ക് കഴിയില്ല. സണ്ണി വേഗം ഒരു ഷർട്ടും മുണ്ടും എടുത്ത് ധരിച്ചു. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത ശബ്ദം കേട്ട് വീട്ടുകാരുണരും എന്ന് കരുതി അവൻ വണ്ടി എടുത്തില്ല. പകരം വീടിൻ്റെ പിൻവാതിലിലൂടെ ആരും കാണാതെ പുറത്തിറങ്ങി. റാണിയുടെ വീട് സണ്ണിയുടെ വീട്ടിൽ നിന്നും അധികം ദൂരെയല്ല. ഇടവഴികളിലൂടെ അവൻ വേഗത്തിൽ നടന്നു. രാത്രിയിലെ തണുത്ത കാറ്റ് അവൻ്റെ മുഖത്തടിച്ചെങ്കിലും ഉള്ളിലെ ചൂട് കുറഞ്ഞതുമില്ല. ഒടുവിൽ അവൻ റാണിയുടെ വീട്ടുപറമ്പിൽ അതിർത്തിയിലെത്തി. വലിയ മതിൽക്കെട്ടാണ്. സണ്ണി ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി ചെറുപ്പത്തിലെ കള്ളത്തരം കാണിക്കുന്ന ആവേശത്തോടെ അവൻ ആ വലിയ മതിലൊറ്റ ചട്ടത്തിന് ചാടിക്കടന്നു. റാണിയുടെ മുറി വീടിൻ്റെ വലതുവശത്താണ്. അങ്ങോട്ടുള്ള വഴിയിൽ കരിയിലകൾ കിടക്കുന്നുണ്ടായിരുന്നു.
ശബ്ദം ഉണ്ടാക്കാതെ വളരെ സൂക്ഷിച്ച് അവൻ ജനലിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. റൂമിലെ ലൈറ്റ് ഓഫായിരുന്നെങ്കിലും ഒരു ചെറിയ സീറോ ബൾബിൻ്റെ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. സണ്ണി ജനലിനടുത്ത് ചെന്ന് നിന്നു. അവൻ്റെ നെഞ്ച് പടപട എന്ന് മിടിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായാണ് ഒരു പെണ്ണിൻ്റെ ജനലിൽ വന്ന് മുട്ടുന്നത്. സണ്ണി കൈ ഉയർത്തി ജനലിൻ്റെ ഗ്ലാസ്സിൽ പതിയെ തട്ടി. അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ല. സണ്ണി വീണ്ടും അല്പം കൂടി ശക്തിയിൽ തട്ടി. പെട്ടെന്ന് അകത്തു നിന്ന് ഒരു കാൽപെരുമാറ്റം കേട്ടു. ജനലിൻ്റെ കർട്ടൻ പതിയെ നീങ്ങി. മങ്ങിയ വെളിച്ചത്തിൽ പുറത്തു നിൽക്കുന്ന രൂപം കണ്ട് റാണി ഭയന്നുപോയി. അവൾ ഒച്ച വെക്കാനാഞ്ഞതും സണ്ണി വേഗത്തിൽ പറഞ്ഞു, ഇടേ റാണി കൊച്ചെ, ഞാനാ സണ്ണിച്ചനാ, ഒച്ച വെക്കല്ലേ. ആ ശബ്ദം കേട്ടതും റാണിയുടെ ശ്വാസം നിലച്ചുപോയി. സണ്ണിച്ചനോ? ഈ അർദ്ധരാത്രിയിൽ? അവൾ വിശ്വസിക്കാൻ കഴിയാതെ കണ്ണുകൾ തിരുമ്മി നോക്കി. അതെ, പുറത്തു നിൽക്കുന്നത് ഇച്ചായൻ തന്നെയാണ്. തണുത്ത പാതിരാക്കാറ്റിനൊപ്പം സണ്ണിയുടെ കനത്ത നോട്ടവും അവളിലേക്ക് പടർന്നു. റാണി ഒന്നും മിണ്ടിയില്ല. അവൾ തല താഴ്ത്തി ജനലിൻ്റെ കമ്പികളിൽ മുറുക്കെ പിടിച്ചു നിന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും ചുവന്നിട്ടുണ്ടായിരുന്നു. കരഞ്ഞു തീർത്തതിൻ്റെ ലക്ഷണങ്ങൾ ആ മുഖത്ത് വ്യക്തമായിരുന്നു. സണ്ണി അവളെ തന്നെ നോക്കി നിന്നു. ഈ രാത്രിയിലും അവളൊരു മാലാഖയെ പോലെ സുന്ദരിയായിരുന്നു. സണ്ണിയുടെ ഉള്ളിലെ ദേഷ്യമൊക്കെ എങ്ങോ പോയി മറഞ്ഞു. എങ്കിലും തൻ്റെ ഗൗരവം അവൻ പൂർണ്ണമായും കൈവിട്ടിരുന്നില്ല. റാണി പതിയെ മുഖമുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ പരിഭവവും സങ്കടവും നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. സണ്ണിച്ചെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും കണ്ടാൽ? അവൾ വിക്കി ചോദിച്ചു. കണ്ട എനിക്കെന്താ? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ നീ ആദ്യം. നീ ആ ബെന്നി എന്ന് പറയുന്ന ചെറുക്കനെ കെട്ടാൻ സമ്മതിച്ചോ? സണ്ണി നേരെ വിഷയത്തിലേക്ക് കടന്നു. റാണി ഒന്നും മിണ്ടാതെ വീണ്ടും തലയഴ്ത്തി. നിന്നോടാടി ചോദിക്കുന്നത്. സണ്ണി ജനൽ കമ്പിയിലൂടെ കൈ അകത്തേക്കിട്ട് അവളുടെ താടിക്ക് പിടിച്ച് മുഖമുയർത്തി. ആ സ്പർശനത്തിൽ റാണി ഒന്നുലഞ്ഞുപോയി. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ സണ്ണിയുടെ കയ്യിലേക്ക് ഇറ്റുവീണു. ആ ചൂട് അവൻ്റെ ഹൃദയത്തെ ചെന്ന് തറച്ചു. അപ്പച്ചൻ പറഞ്ഞു അവൻ നല്ല പയ്യനാണെന്ന്. നാളെ അവർ വന്ന് ഉറപ്പിക്കും. റാണി കരച്ചിലോടെ പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞ നീ അങ്ങ് കഴുത്ത് നീട്ടിക്കൊടുക്കുമോ? അന്ന് എൻ്റെ മുന്നിൽ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ ധൈര്യമൊക്കെ എവിടെ പോയി നിൻ്റെ? അവനോട് സംസാരിക്കുമ്പോൾ നല്ലോണം ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ നീ. ആ നുണക്കുഴിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. സണ്ണി തൻ്റെ ഉള്ളിലെ കുശുമ്പ് മുഴുവൻ പുറത്തെടുത്തു. റാണി അത്ഭുതത്തോടെ സണ്ണിയെ നോക്കി. അവൾ കരച്ചിൽ നിർത്തി. സണ്ണിച്ചൻ്റെ ആ വാക്കുകളിൽ പ്രണയവും അസൂയവും ഉണ്ടെന്ന് തിരിച്ചറിയാൻ അവൾക്കധികം സമയം വേണ്ടി വന്നില്ല. സണ്ണിച്ചന് അതിനെന്താ? അന്നെന്നെ കാലിൽ വാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞതല്ലേ? എന്നെ അനിയത്തിയുടെ പ്രായമുള്ളൂ എന്ന് പറഞ്ഞ് ഓടിച്ചതല്ലേ? ഇപ്പോൾ ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇച്ചായനെന്ത് എത്ര വിഷമം? റാണി ഇല്ലാത്ത ധൈര്യം സംഭരിച്ച് തിരിച്ചു ചോദിച്ചു. ആ ചോദ്യം കേട്ട് സണ്ണി ഒന്ന് പതറി. അവൻ തൻ്റെ കൈ പിൻവലിച്ചു. തലമുടിയിൽ ഒന്ന് കോതിക്കൊണ്ട് അവൻ ജനൽ കമ്പിയിലേക്ക് അല്പം കൂടെ ചാടി നിന്നു. അത് അന്ന് ഞാൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി. സണ്ണി വാക്കുകൾക്കായി തപ്പി. എനിക്ക് അങ്ങനത്തെ നന്മയൊന്നും വേണ്ട ഇച്ചായ. ഞാൻ ഇച്ചായനെ എത്ര മാത്രം സ്നേഹിച്ചതാ. സണ്ണിച്ചനെ എനിക്ക് എത്ര ഇഷ്ടമായിരുന്നെന്നറിയാവോ? ഇനിയിപ്പോൾ അപ്പച്ചൻ പറയുന്ന ആളെ ഞാൻ കെട്ടിക്കോളാം. റാണി ജനൽ അടക്കാനാഞ്ഞു. ദേ അടക്കല്ലടി. സണ്ണി പെട്ടെന്ന് ജനൽപ്പാളിയിൽ പിടിച്ചു തടഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ അവളെ നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. എനിക്ക് തെറ്റുപറ്റി കൊച്ചേ, സണ്ണി വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് റാണി സ്തബ്ധയായി നിന്നുപോയി. നീ മിണ്ടാതെ നടന്നപ്പോൾ വഴി വെച്ച് എന്നെ കാണാത്ത ഭാവത്തിൽ പോയപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിൽ നീ എപ്പോഴാണ് കയറി കൂടിയിരിക്കുന്നു എന്ന്. നിൻ്റെ ആ സണ്ണിച്ച എന്ന വിളി കേൾക്കാൻ ഞാൻ എത്രത്തോളം കൊതിച്ചിരുന്നു എന്നറിയാവോ? സണ്ണി റാണിയുടെ കൈകളിലേക്ക് തൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ഇത്തവണ അവൾ കൈകൾ പിൻവലിച്ചില്ല. പിന്നെ ഇന്ന് വൈകുന്നേരം ഈ ചെറുക്കൻ്റെ മുന്നിൽ നിന്ന് ചിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ചോര അടക്കം തിളച്ചുപോയി. നീ വേറെ ആരെയും നോക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല കൊച്ചേ. നീ പറഞ്ഞത് സത്യമാ. എനിക്ക് അസൂയാണ്, ഒടുക്കത്തെ കുശുമ്പ. കാരണം നീ എൻ്റെ മാത്രമാണ്. സണ്ണി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. റാണിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷെ ഇത്തവണ അത് സന്തോഷം കൊണ്ടായിരുന്നു കേട്ടോ. അവൾ തൻ്റെ വിറക്കുന്ന ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. എന്നിട്ട് അന്ന് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞതോ? റാണി പരിഭവത്തോടെ ചോദിച്ചു. അത് ഈ ചായന് പ്രേമിക്കറിയാത്തത് കൊണ്ടാണ് വെച്ചേ. ദേഷ്യപ്പെടാനും ഗൗരവം കാണിക്കാനും മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ.
സണ്ണി ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു. അവൻ്റെ ചിരി റാണിയുടെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളെയും മായ്ച്ചു കളഞ്ഞിരുന്നു. അപ്പോൾ നാളെ ബെന്നിയുടെ വീട്ടുകാർ വരുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ? റാണി കള്ളച്ചിരിയോടെ ചോദിച്ചു. ആ ബെന്നിയുടെ വീട്ടുകാർ നാളെ ഇങ്ങോട്ട് വരില്ല. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. നാളെ നേരെ വെളുക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയും ഞാനും കൂടെ നിൻ്റെ അപ്പച്ചനോട് സംസാരിക്കാൻ വരുന്നുണ്ട്. കേട്ടോടി കൊച്ചു റാണി. സണ്ണി അവളുടെ മൂക്കിൽ തുമ്പിൽ പതിയെ നുള്ളി. എന്നാലേ നാളെ ബെന്നിയും വീട്ടുകാരും അങ്ങോട്ട് വരും സ്റ്റീജയെ പെണ്ണ് ചോദിക്കാൻ, റാണി കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്നതാ? സണ്ണി ശരിക്കും ഞെട്ടിപ്പോയി. ബെന്നിക്കിഷ്ടം എന്നെയല്ല സ്റ്റീജയാ. എന്നെ ആരും പെണ്ണ് കാണാൻ വന്നിട്ടുമില്ല. റാണി പതിയൊന്ന് ചിരിച്ചു. അപ്പോൾ രണ്ടും കൂടെ എന്നെ പൊട്ടനാക്കിയതാണല്ലേ? സണ്ണി റാണിയെ നോക്കി കണ്ണുരുട്ടി. രാവിലെ ചായ കുടിക്കാൻ മേശക്കരികിലേക്ക് വന്ന സ്റ്റീജയുടെ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചി വെച്ച് ചൂടുള്ള അപ്പവും മുട്ടക്കറിയും പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ അവൾ വാതിലിലേക്കൊന്ന് നോക്കി. കുളിച്ച് ഈറൻ മുടിയുമായി കടുനീല നിറമുള്ളൊരു ഷർട്ടും വെളുത്ത മുണ്ടുമെടുത്ത് സണ്ണി അകത്തേക്ക് വന്നു. മുഖത്ത് പതിവുള്ള ഗൗരവം ഒരല്പം കുറവാണെങ്കിലും എന്തോ വലിയൊരു തീരുമാനം ഉറപ്പിച്ച മട്ടിലായിരുന്നു അവൻ്റെ നടപ്പ്. എന്താണ് സണ്ണി, ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ, എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? അമ്മച്ചി ചായക്കപ്പ് അവൻ്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. സണ്ണി കസേര വലിച്ചിട്ടിരുന്നു. അവൻ അമ്മച്ചിയെ നോക്കിയില്ല. പകരം തൊട്ടടുത്ത് പതുങ്ങി നിന്ന സ്റ്റീജയെ ഇരുത്തി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ നിനക്കുള്ളത് ഞാൻ പിന്നെ തരുന്നുണ്ട് എന്നൊരു താക്കീതുണ്ടായിരുന്നു. അമ്മച്ചി, ഇന്നൊരു കൂട്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. സണ്ണി അല്പം ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി. ആരാടാ? അമ്മച്ചി എടുത്തു ചോദിച്ചു. ഈ നിൽക്കുന്ന കാട്ടുപോത്തിന് പെണ്ണ് കാണാൻ വരുന്നവരാ. സണ്ണി സ്റ്റീജക്ക് നേരെ കൈ ചൂണ്ടി. എന്തോന്ന്? അമ്മച്ചിയുടെ കയ്യിലിരുന്ന തവിയടക്കം താഴെ വീണുപോയി. ഇടി സ്റ്റീജെ, എന്തേ കേൾക്കുന്നേ? സ്റ്റീജ പരിങ്ങി. അത് അമ്മച്ചി, ബെന്നിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ ചായനോട് കാര്യം പറയാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. സണ്ണി എഴുന്നേറ്റ് നിന്ന് മുണ്ടുമുറുക്കി ഒന്നെടുത്തു. അമ്മച്ചി, ബെന്നിയുടെ വീട്ടുകാർ അവിടെ വന്നു കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരും സ്റ്റീജയുടെ കാര്യം സംസാരിക്കാൻ. അത് കഴിഞ്ഞ് അമ്മച്ചിയും ഞാനും കൂടെ റാണിയുടെ വീട്ടിലേക്കൊന്ന് പോകണം. എനിക്ക് ആ കൊച്ചിനെയും വേണം. ഞാൻ അവളെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. സണ്ണി അത് പറഞ്ഞു തീർത്തതും സ്റ്റീജ ഉച്ചത്തിൽ ചിരിച്ചുപോയി. അയ്യോ അമ്മച്ചിയെ കണ്ടോ, ഇച്ചായൻ്റെ ഒരു നാണം. അന്ന് റാണിയെ കാലിൽ വാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞ ആളായി നിൽക്കുന്നത്. നീ കൂടുതൽ തുള്ളണ്ടടി, പോയി ഒരുങ്ങി നിൽക്കാൻ നോക്ക്. ചെക്കൻ വീട്ടുപടിക്ക് എത്താറായി. സണ്ണി ഒളികണ്ണോടെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അമ്മച്ചി എപ്പോഴും അത്ഭുതം വിട്ടുമാറാതെ വായും പൊളിച്ചു നിൽക്കുകയായിരുന്നു. ബെന്നിയുടെയും സ്റ്റീജയുടെയും വിവാഹാലോചനകൾ ഇരു വീട്ടുകാരും ചേർന്നങ്ങ് ഉറപ്പിച്ചു. ബെന്നി നല്ല പയ്യനാണെന്നും സ്റ്റീജക്ക് അനുയോജ്യനാണെന്നും സണ്ണിക്കും ഏകദേശം ബോധ്യമായി. അതോടെ അവൾക്ക് നേരെയുള്ള സണ്ണിയുടെ ദേഷ്യം പാടെയില്ലാതെയായി. സ്റ്റീജയുടെ കാര്യം സംസാരിച്ച് കഴിഞ്ഞ ഉടനെ സണ്ണിയുടെ അമ്മച്ചി റാണിയുടെ അപ്പച്ചനോട് കാര്യം അവതരിപ്പിച്ചു. എൻ്റെ സണ്ണിക്ക് റാണിമോളെ വലിയ ഇഷ്ടമാണ്. അവൾ ഞങ്ങളുടെ വീട്ടിലെ മരുമകളായി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേട്ടപാടെ റാണിയുടെ അപ്പച്ചനും അമ്മച്ചിക്കും സന്തോഷം അടക്കാനായില്ല. ഗ്രാമത്തിലെ ഏറ്റവും അന്തസ്സുള്ള പ്രമാണിമാരായ എന്നാൽ അല്പം ഗൗരവക്കാരനായ സണ്ണി തങ്ങളുടെ മകളെ ചോദിച്ചു വന്നത് അവർക്കൊരു ബഹുമതിയായാണ് തോന്നിയത്. റാണിക്ക് അവനോടുള്ള പ്രണയം അവൾ നേരത്തെ തന്നെ വീട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കല്യാണങ്ങളും ഒരുമിച്ച് നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വൈകുന്നേരം ചാറ്റൽ മഴ പെയ്തു തോർന്ന ഒരു സുന്ദരമായ സന്ധ്യയായിരുന്നു അത്. ആളൊഴിഞ്ഞ നേരം നോക്കി സണ്ണി തൻ്റെ ബുള്ളറ്റിൽ ഇറങ്ങി. തുരുതുര പെയ്യുന്ന ഓർമ്മകളുടെ തണൽമരച്ചുവട്ടിൽ കയ്യിലൊരു കുടയുമായി റാണി നിൽപ്പുണ്ടായിരുന്നു. കോളേജ് വിട്ട് വരുന്ന വഴിയാണ്. സണ്ണിച്ചൻ്റെ സ്വന്തമാകാൻ പോകുന്നതിൻ്റെ അടക്കാനാവാത്ത സന്തോഷവും നാണവുമായിരുന്നു അവളിൽ. ബുള്ളറ്റ് സ്റ്റാൻഡിലിട്ട് സണ്ണി അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൻ അരികിലെത്തിയതും റാണി പതിയെ തല താഴ്ത്തി. അവളുടെ കവിളിലെ നുഴക്കുഴികൾ വീണ്ടും തെളിഞ്ഞു വന്നു. എന്താടി കൊച്ചുറാണി, എപ്പോഴും എന്നെ കാണുമ്പോൾ ആ വിറയിലൊക്കെ ഉണ്ടോ? സണ്ണി താഴ്ന്ന സ്വരത്തിൽ വല്ലാത്തൊരു പ്രണയത്തോടെ ചോദിച്ചു. ഇച്ചാനെന്ന് എന്നെ അത്രയ്ക്ക് പേടിപ്പിച്ചതല്ലേ? ഇപ്പോഴും ഉള്ളിൽ ചെറിയൊരു പേടിയൊക്കെയുണ്ട്. റാണി കുടയുടെ പിടിയിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട് പറഞ്ഞു. പേടിയോ? എന്നെയോ? സണ്ണി പെട്ടെന്ന് അവളുടെ കുടക്കുള്ളിലേക്ക് കയറി നിന്നു. അവരുടെ ശരീരങ്ങൾ തമ്മിൽ വല്ലാതെ അടുത്തു. റാണിയുടെ ശ്വാസഗതി വേഗത്തിലായി. എന്നെ പറ്റിക്കാൻ നിനക്കും സ്റ്റീജക്കും നല്ല ധൈര്യമുണ്ടായിരുന്നല്ലോ. ബെന്നി നിന്നെ പെണ്ണ് കാണാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ നല്ല ജീവനങ്ങ് പോയി.
സണ്ണി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഇച്ചായൻ അങ്ങനെ മാത്രമേ വഴിക്ക് വരുമെന്നാ ടീച്ച പറഞ്ഞത്. ഇച്ചായൻ എന്നോട് ഒട്ടും ഇഷ്ടമല്ലെന്നാ ഞാൻ കരുതിയത്. റാണിയുടെ കണ്ണുകൾ വീണ്ടും നിറയാനാഞ്ഞു. ദേ ഇനി എൻ്റെ മുന്നിലിരുന്ന് കണ്ണീരൊഴിക്കുകയുണ്ടല്ലോ. ഈ പൂങ്കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി ഈ കണ്ണുകൾ നിറയരുത്. കരയിപ്പിക്കാൻ ഈ സന്നിധം സമ്മതിക്കത്തില്ല കൊച്ചേ. അവൻ അവളുടെ തണുത്ത കൈകൾ തൻ്റെ വലിയ കൈവെള്ളക്കുള്ളിലാക്കി മുറുകെ പിടിച്ചു. ഒടുവിൽ ആ കാത്തിരുന്ന ശുഭദിനം വന്നു ചേർന്നു. പള്ളിയിൽ വെച്ചായിരുന്നു സണ്ണിയുടെയും റാണിയുടെയും പെന്നിയുടെയും സ്റ്റീജയുടെയും വിവാഹം. പള്ളി മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വെളുത്ത മനോഹരമായ വെഡ്ഡിംഗ് ഗൗൺ ധരിച്ച് കയ്യിൽ റോസാപ്പൂക്കളുടെ ബൊക്കയും പിടിച്ച് റാണി പള്ളിയിലേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്തെ മാലാഖി ചിരി കാണാൻ സണ്ണി കൺചിമ്മാതെ നോക്കി നിന്നു. കറുത്ത കോട്ടും സ്യൂട്ടും ധരിച്ച് സണ്ണി നിൽക്കുന്നത് കണ്ടപ്പോൾ റാണിയുടെ നെഞ്ചിൽ വീണ്ടും പടപടാമെന്ന് മിടിക്കാൻ തുടങ്ങി. അപ്പച്ചൻ റാണിയുടെ കൈകൾ സണ്ണിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കല്യാണ സൽക്കാരവും ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് സണ്ണിയുടെ വീട്ടിലേക്ക് റാണി വലംകാൽ വെച്ച് കയറി. രാത്രി 10 മണിയോടെ വീട്ടിലെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞു. ബന്ധുക്കളെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് നീങ്ങി. സണ്ണിയുടെ മുറി ഇന്ന് മുല്ലപ്പൂക്കളാലും മെഴുകുതിരി വെളിച്ചത്താലും അലങ്കരിക്കപ്പെട്ടിരുന്നു. മുറിക്കുള്ളിലെ ജനൽപാളികൾ പതിയെ തുറന്നു കിടന്നിരുന്നു. അതിലൂടെ തണുത്ത രാത്രിക്കാറ്റ് അകത്തേക്ക് വീശുന്നുണ്ടായിരുന്നു. റാണി തല താഴ്ത്തി കട്ടിലിൻ്റെ ഒരരികിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ നെഞ്ചെടുപ്പ് മുറിക്കുള്ളിലെ ക്ലോക്കിൻ്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിലായിരുന്നു. കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് അവൾ വിറയലോടെ ഇരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് റാണി ഞെട്ടി മുഖമുയർത്തി. സണ്ണി അകത്തേക്ക് വന്ന് വാതിൽ സാവധാനം ലോക്ക് ചെയ്തു. അവൻ കുപ്പായത്തിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ ആ കനത്ത നോട്ടം റാണി ആകെ വിളിച്ചു കളഞ്ഞു. അവൾ വേഗം തല താഴ്ത്തി. സണ്ണി കട്ടിലിൽ അവളുടെ തൊട്ടരികിലായി വന്നിരുന്നു. മുല്ലപ്പൂക്കളുടെയും അവളുടെ ശരീരത്തിൻ്റെയും സുഗന്ധം അവൻ്റെ നാസികയിലേക്ക് ഇരച്ചു കയറി. എന്താടി കൊച്ചു റാണി, അന്ന് എൻ്റെ മുന്നിൽ വന്ന് വിറച്ച് എനിക്ക് സണ്ണിച്ചനെ ഇഷ്ടമാ എന്ന് പറഞ്ഞ ആ കൊച്ചു തന്നെയല്ലേ നീ? സണ്ണി അവളുടെ താടിയിൽ പിടിച്ച് മുഖം പതിയെ ഉയർത്തി. റാണിയുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. നാണം കൊണ്ട് അവളുടെ കവിളുകൾ ചുവന്നു തുറത്തു. ഇച്ചായ എന്നെ കളിയാക്കല്ലേ, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ കളിയാക്കിയതല്ലടി. സണ്ണി അവളുടെ മുഖത്തേക്ക് കൂടുതൽ അടുത്തു. അവളുടെ ശ്വാസത്തിൻ്റെ ചൂട് അവൻ്റെ മുഖത്തടിച്ചു. അന്ന് നീ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നപ്പോൾ എന്നെ നെഞ്ച് തകർന്നു പോയതാ. ഈ ഈഗോ കാരണം പുറത്ത് കാണിക്കാൻ പറ്റിയില്ല. നീ എന്നെ ശരിക്കും തോൽപ്പിച്ച് കളഞ്ഞു വച്ചേ. അവൻ അവളുടെ തലയിലെ മുല്ലപ്പൂവിലേക്ക് കൈയോടിച്ചു. സാവധാനം അവളുടെ കവിളിലെ മനോഹരമായ നുണക്കുഴിയിലേക്ക് വിരലമർത്തി. ഈ നുണക്കുഴി ചിരി ഇതിനി ഈ സണ്ണിച്ചന് മാത്രം കാണാനുള്ളതാ. സണ്ണി കള്ള കയ്പോടെ അവളുടെ കവിളിൽ പതിയെ ചുംബിച്ചു. റാണി അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. സണ്ണി അവളെ തൻ്റെ കൈകളാൽ നെഞ്ചോർത്ത് ചേർത്തു പിടിച്ചു. അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം റാണിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ആ നെഞ്ചിൻ്റെ ചൂടിൽ അവൾ തൻ്റെ സർവ്വഭയങ്ങളും മറന്നു തുടങ്ങി. ഇച്ചായൻ എന്നെ ഒരുപാട് സ്നേഹിക്കുമോ? റാണി അവൻ്റെ ഷർട്ടിൽ വിരലുകൾ കോർത്തുകൊണ്ട് ചോദിച്ചു. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ ശ്വാസം പോലെ കൂടെ കൂട്ടും. ദേഷ്യപ്പെടാനും വഴക്കിടാനും മാത്രമേ ഈ സണ്ണിക്ക് അറിയുമായിരുന്നുള്ളൂ. പക്ഷേ ഇനി മുതൽ പ്രണയിക്കാനും ഞാൻ പഠിക്കാൻ പോവുകയാണ്. എൻ്റെ ഈ കൊച്ചുറാണിയെ മാത്രം. സണ്ണി അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ചുണ്ടുകൾ അമർത്തി. അവൻ അവളുടെ കൈകൾ പിടിച്ച് കട്ടിലേക്ക് പതിയെ കിടത്തി. മുറിക്കുള്ളിലെ മെഴുകുതിരി വെളിച്ചം അണഞ്ഞു. പകരം ജനലിലൂടെ വന്ന നിലാവ് ആ പ്രണയ ജോഡികളെ മൂടിപ്പൊതിഞ്ഞു. അവിടെ സണ്ണിച്ചൻ്റെ ഉള്ളിലെ പ്രണയമഴ പെയ്തു തിമിർക്കുകയായിരുന്നു. റാണിയുടെ മൗനത്തെയും വിറയലിനെയും പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞുകൊണ്ട് വറ്റാത്ത പ്രണയത്തിൻ്റെ പുതുവസന്തം തീർത്തുകൊണ്ട് അവൻ അന്നേരം മുന്നേറുകയായിരുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഒട്ടും വൈകാതെ തന്നെ അടുത്ത ഒരു സ്റ്റോറിയുമായി ഞാൻ വരുന്നതാണ്. പെരുന്നാളിൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് പനിയൊക്കെ പിടിച്ച് എല്ലാവരും കിടപ്പിലായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായും റിക്കവറായി എന്ന് പറയാനായിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.